നമസ്കാരം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളിയിൽ സ്വകാര്യ ബ്രൂവറി വേണ്ടെന്ന ഷാഫി പറമ്പിൽ MP. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ ബ്രൂവറിയെ ആനയിക്കുന്നതിനു പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രം. ബ്രൂവറിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും നൽകിയ പരാതികൾക്ക് ഗൗരവം കൽപ്പിച്ചില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു. പാലക്കാട് കൊപ്പം ജംഗ്ഷന് സമീപം സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാലക്കാട് പുത്തൂർ സ്വദേശിനി 19 വയസ്സുള്ള അക്ഷര. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ. സർക്കാർ അനാസ്ഥയാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ റേഷൻ ഷോപ്പുകൾക്ക് മുന്നിൽ KPCC ആഹ്വാനപ്രകാരം കൂട്ടധർണ. കോട്ടായിൽ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. അനങ്ങനടിയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന മുസ്ലിം ലീഗ്. റോഡ് നവീകരണത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കണമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മൊബൈൽ ഫോൺ യുഗം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി. പാലക്കാട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ധർണ. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത്. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്ററുകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിൽ. വാർത്തകൾ വിശദമായി. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിൽ ബ്രൂവറി കൊണ്ടുവരുന്നതിന് പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ. ജലചൂഷണത്തിന് പേരുകേട്ട മദ്യനയ അഴിമതിയുടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ കമ്പനിക്ക് കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്ന പ്രദേശത്ത് അറിഞ്ഞുകൊണ്ട് ജലചൂഷണത്തിന് കുടപിടിക്കുകയാണ് സർക്കാരെന്ന് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. പ്രദേശത്തെ CPMകാർ പോലും ഇത് അംഗീകരിക്കില്ലെന്നും ഷാഫി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളി പാറയിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, വിനോദ് ചെറാട്, C വിഷ്ണു, ജിതേഷ് നാരായണൻ, പ്രതീഷ് മാധവൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിനിടെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതിയൊഴിഞ്ഞ വിഷക്കുപ്പിയും വടിവാളും പോലീസ് കണ്ടെത്തി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. നെന്മാറ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വലിയ വീഴ്ച സംഭവിച്ചത്. പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു. ഇതിലും പോലീസ് നടപടിയെടുത്തില്ല. നിലവിൽ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് പ്രതിക്കൂട്ടിലാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസിനെതിരെ നടപടി വന്നേക്കും. ഇതിനിടെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതിയൊഴിഞ്ഞ വിഷക്കുപ്പിയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളും പോലീസ് കണ്ടെത്തി. പോത്തുണ്ടി മലയടിവാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 7 പേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് പ്രതി ചെന്താമര രക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറയിൽ അയൽവാസിയുടെ വെട്ടേറ്റ് മരിച്ച പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനി സ്വദേശികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു.
കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ്. പാലക്കാട് ടൗണിലോ പരിസരത്തോ ചെന്താമരയുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു. അതേസമയം 5 വർഷം മുമ്പ് യുവതിയെയും ഇന്നലെ യുവതിയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയ പ്രതിക്കെതിരെ കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ജാമ്യം റദ്ദാക്കുമായിരുന്നെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കെയാണ് പ്രതി ചെന്താമര വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിലിറങ്ങി 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയത്. പാലക്കാട് കൊപ്പം ജംഗ്ഷന് സമീപം സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. പാലക്കാട് പുത്തൂർ കൃഷ്ണക്കണാങ്കി കോളനിയിലെ SBI ജീവനക്കാരൻ ജയപാലന്റെ മകൾ 19 വയസ്സുള്ള അക്ഷരയാണ് മരിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ അരവിന്ദനെ കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലാക്കി മടങ്ങുന്നതിനിടെയാണ് രാവിലെ 9 മണിയോടെ അക്ഷര അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് കോയമ്പത്തൂർ ബൈപ്പാസിൽ കൊപ്പം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. സമീപത്തുകൂടി പോയ കണ്ടെയ്നർ ലോറിക്ക് വശം കൊടുക്കവേ ഡിവൈഡറിൽ തട്ടി വാഹനം മറിഞ്ഞ് റോഡിൽ തലയടിച്ച് വീണതാണ് മരണകാരണം. വീഴ്ചയിൽ ഹെൽമറ്റ് തകർന്നു. കോയമ്പത്തൂരിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ച അക്ഷര. പാലക്കാട് BRC ജീവനക്കാരി വിദ്യയാണ് അമ്മ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCC ആഹ്വാനപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണ നടത്തി. റേഷൻ കടകൾ നോക്കുകുത്തികളാക്കി മാറ്റിയ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം. വാടാനംകുറിശി റേഷൻ ഷോപ്പിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ പാലക്കാട് DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഷോപ്പുകൾ നോക്കുകുത്തികളായതോടെ സാധാരണക്കാരായ ജനങ്ങൾ ഭക്ഷ്യധാന്യ പ്രതിസന്ധി നേരിടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഒരു റേഷൻ കടകളിലും അവശ്യവസ്തുക്കൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണിപ്പോൾ. മദ്യക്കമ്പനിക്ക് പാലക്കാട്ട് പരവതാനി വിരിക്കുന്ന സർക്കാർ സാധാരണക്കാരായ ജനങ്ങളുടെ വിശപ്പ് കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. വാടാനംകുറിശിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ധർണാ സമരം DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സിദ്ദിഖ്, ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, രാജീവ്, ഇമ്പിച്ചിമണി, ഫൈസൽ കൊടിക്കുന്നത്ത്, അലി വരമംഗലത്ത്, അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ഒറ്റപ്പാലം ടൗണിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. KPCC ആഹ്വാനപ്രകാരമാണ് ഒറ്റപ്പാലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, നേതാക്കളായ ഗിരീഷ് മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, PJ സാമുവൽ, MJ അബ്രഹാം, P അശോകൻ, TP സജീവ്, കൗൺസിലർമാരായ M ഗോപൻ, ആതിര നാരായണൻ, PT രാധ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 50 വർഷമായി CPM ഭരിക്കുന്ന കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് ജ്യോതികുമാർ ചാമക്കാല മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി തോലന്നൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, തരൂർ മണ്ഡലം UDF ചെയർമാൻ മനോജ് കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് ചൂലന്നൂർ, അജിത് കുമാർ, ഹരിദാസ് കുത്തന്നൂർ എന്നിവർ സംസാരിച്ചു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി PR രമേശ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. DCC പ്രസ് ക്ലബ്ബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മൊബൈൽ ഫോൺ യുഗം ഏറ്റവും വലിയ വെല്ലുവിളിയായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയ്ക്കെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഭാവനാപൂർണമായ നടപടികൾ അത്യാവശ്യമാണെന്നും MLA പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ ധർണ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. നല്ലൊരു ഫോണുണ്ടെങ്കിൽ ആർക്കും സിനിമ വരെ ചെയ്യാവുന്ന കാലത്ത് ഫോട്ടോഗ്രാഫി തൊഴിലാളികൾക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചൂണ്ടിക്കാട്ടി. ആധുനികതയോട് മത്സരിക്കാൻ പലർക്കും കഴിയാത്തതുകൊണ്ട് പലരും ഈ മേഖലയോട് തന്നെ വിട പറഞ്ഞു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം നാടിൻ്റെ ചലനമായി ഫോട്ടോഗ്രാഫി മാറി. എന്നാൽ ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ചവർ തഴയപ്പെടുകയും സുരക്ഷിതരല്ലാത്തവരായി മാറുകയുമാണ് ഉണ്ടായത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് MLA ചൂണ്ടിക്കാട്ടി. അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന വേസ്റ്റേജ് ഏതാണ്? അപ്പോൾ യാതൊരുവിധമായ ആലോചനയുമില്ലാതെ എല്ലാ മേഖലയ്ക്കും എല്ലാ കാലിലും ഒറ്റ ചെരുപ്പ് എന്ന് പറയുന്നത് പോലെ എന്താണോ ഓരോരുത്തരുടെ കാലിൻ്റെ വീതി വ്യത്യസ്തമല്ലേ? ആ കാലിൻ്റെ വീതിക്ക് അനുസരിച്ചല്ലേ ചെരുപ്പ് ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ എല്ലാ ആളുകൾക്കും ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് ചെരുപ്പിൻ്റെ അളവിന് അനുപാതികമായി മുറിക്കുക എന്ന് പറയുന്ന സമീപനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാനോ അനുവദിക്കാനോ കഴിയില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, സംസാരം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. പ്രസിഡന്റ് പ്രകാശ് സൂര്യ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന PRO ബാബു അലിയാസ്, വ്യാപാര സംഘടനാ പ്രതിനിധികളായ സുരാജ് MS, അനന്തൻ, മുദ്രാഗോപി, ജയറാം വാഴക്കുന്നം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിലെ R. സെൽവരാജ്, O. രാമകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഗോപികാസ് ഓഡിറ്റോറിയത്തിലെ R. സെൽവരാജ്, O. രാമകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു സംഘമാകുമ്പോൾ, ഒരു കൂട്ടായ്മയാകുമ്പോൾ, ഒരു പരിപാടിയും ഒരു ലക്ഷ്യവുമുള്ള പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായും അതിന് സമൂഹത്തെ, ജനങ്ങളെ, സർക്കാരിനെ ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ അംഗബലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശരിയായ നേരായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും കഴിയും എന്നത് നമുക്ക് തിരിച്ചറിയാനാകും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ചെറിയ എതിർക്കലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടിക്കാൻ പറ്റും. ജില്ലാ പ്രസിഡന്റ് G. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. VK സതീഷ് അനുശോചന പ്രമേയവും TV സുരേഷ് അനുസ്മരണ പ്രഭാഷണവും, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന സെക്രട്ടറി NP രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ CM ബാബുരാജൻ കണക്കും അവതരിപ്പിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി AK ധനേഷ്, ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, V. സുരേഷ്, S. സുധീർ, S. സോമൻ, KK രവി, P. സക്കീർ ഹുസൈൻ, A. സുരേഷ്, N. സുന്ദരൻ, K. രാജേഷ്, മല്ലിക രാധാകൃഷ്ണൻ, AB ബീന, M. ലതിക, M. ചന്ദ്രലേഖ, K. സുരേഷ്, C. ആറുമുഖൻ, K. ഭരത് കുമാർ, P. പ്രകാശൻ, V. ഹരീഷ് കുമാർ, V. മനോജ്, KR മധു, M. മനോജ്, A. സുരേഷ്, ശിവഷൺമുഖൻ എന്നിവർ പ്രസംഗിച്ചു. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അനങ്ങനടി പഞ്ചായത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഒറ്റപ്പാലം കീഴൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ തകർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കേടായ പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ പനമണ്ണ മുതൽ അനങ്ങനടി വരെയുള്ള പ്രദേശങ്ങളിലാണ് ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. കുടിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടാത്തതുമൂലം പ്രദേശവാസികൾ പലരും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും താമസം മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിച്ച ഈ വിഷയത്തിൽ ഭരണസമിതി കാണിക്കുന്ന നിസ്സംഗതയും മൗനവും പ്രതിഷേധാർഹമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നതടക്കമുള്ള അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റി അധികാരികളെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും പരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു.
കെ അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മേനകം സ്വാഗതവും ട്രഷറർ എ മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ പി ഉണ്ണീൻകുട്ടി മാസ്റ്റർ, എം എ റിയാസ് മാസ്റ്റർ, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ കെ അബ്ദുൽ സമദ്, കെ നാസർ, കെ കെ സിദ്ദിഖ്, എം ടി സൈനുൽ ആബിദീൻ മാസ്റ്റർ, ടി അലവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി 111 നേർച്ചാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ദേശോത്സവമായി കൊണ്ടാടുന്ന നേർച്ച കുറ്റമറ്റ രീതിയിൽ ആഘോഷിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഫെബ്രുവരി 8-9 തീയതികളിലാണ് പട്ടാമ്പി നേർച്ചാഘോഷം. ഫെബ്രുവരി 8-9 തീയതികളെയാണ് പട്ടാമ്പി 111 നേർച്ച ദേശീയോത്സവം ആഘോഷിക്കുന്നത്. ഇതിന്റെ വിപുലമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് പട്ടാമ്പി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് വൈശ്യമ്മ സൂചിപ്പിച്ചു, കുറച്ച് വർഷങ്ങളിലായി ചെറിയ ഒരു ബുദ്ധിമുട്ടുകളോടുകൂടി ഈ കോവിഡിന് ശേഷം, കോവിഡ് സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയില്ല, അതിന് ശേഷം നടത്തുന്നില്ലെങ്കിൽ ചെറിയ അപാകതകൾക്ക് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് സന്തോഷകരമായിട്ടാണ് വേണ്ടത്. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ അതൊരു സന്തോഷമില്ലാത്ത രീതിയായി മാറിപ്പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വേണ്ടത്. അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് എന്താ പറയുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ദേശീയോത്സവം നടത്തേണ്ടതുണ്ട്. ഞായറാഴ്ച 9 രാവിലെ 11 കൊടിയേറ്റം നടക്കും. വൈകിട്ട് ഉപാഘോഷ കമ്മിറ്റികളുടെ ആഘോഷപരവും ഉണ്ടായിരിക്കും. കുറ്റമറ്റ രീതിയിൽ നേർച്ചാഘോഷം നടത്താൻ തത്വത്തിൽ യോഗത്തിൽ തീരുമാനമായി. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും നേർച്ചാഘോഷം നടത്തുകയെന്നും ആവശ്യമായ പൊതു ശൗചാലയം ഒരുക്കുമെന്നും കോർഡിനേഷൻ നടത്തുമെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും അറിയിച്ചു. ഹോട്ടലുകളിൽ ശുചീകരണം നടത്തുന്നുണ്ടോയെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തണം. അനധികൃത മദ്യനിർമ്മാണവും വിൽപ്പനയും എക്സൈസ് അധികൃതർ പരിശോധന നടത്തണം. പട്ടാമ്പിയിൽ 5 ഫീഡറുകൾ ഉണ്ടെന്നും നേർച്ച സമയത്ത് കറന്റ് കട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും KSEB ഉദ്യോഗസ്ഥൻ യോഗത്തെ അറിയിച്ചു. നേർച്ചയുടെ ഭംഗി കെടുത്തുന്ന രൂപത്തിൽ കഴിഞ്ഞ തവണ ചില ഉപാഘോഷ കമ്മിറ്റികൾ പ്രവർത്തിച്ചിരുന്നു. അത് ഇത്തവണ ഉണ്ടാകാതെ നോക്കാമെന്നും എല്ലാവിധ വകുപ്പുകളുടെ സഹായം നേർച്ചയ്ക്ക് ഉണ്ടാകണമെന്നും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നേർച്ചാഘോഷ സമയത്ത് പല കെട്ടിടങ്ങളുടെയും മുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് കാണാൻ എത്തുന്ന പതിവുണ്ട്. ബാരിക്കേഡ് ഇല്ലാത്ത കെട്ടിടത്തിന് മുകളിൽ ആളുകളെ കയറ്റാൻ പാടില്ലാത്ത വിധം ബിൽഡിംഗ് ഓണർമാർക്ക് കർശന നിർദ്ദേശം കൊടുക്കണമെന്ന് യോഗത്തിൽ താലൂക്ക് തഹസിൽദാർ TP കിഷോർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ പരമാവധി ഒഴിവാക്കണം. റവന്യൂ വകുപ്പിൻ്റെ എല്ലാവിധ സഹായവും നേർച്ചയ്ക്ക് ഉണ്ടാകുമെന്നും തഹസിൽദാർ അറിയിച്ചു. സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ പരിശോധന ഉണ്ടാകുമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടായിരിക്കുമെന്നും ഉപാഘോഷ കമ്മിറ്റികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആവശ്യമായ പോലീസ് സുരക്ഷ നേർച്ചയ്ക്ക് ഉണ്ടാകുമെന്നും യോഗത്തിൽ CI പത്മരാജനും അറിയിച്ചു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും ഉപാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പോലീസും ചേർന്ന് ഉടൻ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടെന്നും CI പറഞ്ഞു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, CI പത്മരാജൻ, താലൂക്ക് തഹസിൽദാർ TP കിഷോർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പഞ്ചായത്തിൽ 2025-2026 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ജിനേഷ്, അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ പ്രബന്ധം അവതരിപ്പിച്ച ഹിത എന്നിവരെ അനുമോദിച്ചു. കുട്ടികൾക്ക് കായിക പരിശീലനവുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. 10 സ്കൂളുകളിലെ കുട്ടികൾക്കാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. കായികശേഷിയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് കായിക പരിശീലനം നടപ്പിലാക്കുന്നത്. ഇത്തവണ 9ാം വർഷ പദ്ധതിയിൽ കരാട്ടെ പരിശീലനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ 10 വിദ്യാലയങ്ങളിൽ നിന്നുള്ള LP UP വിഭാഗം വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുക. മൂളൂർക്കര AM LP സ്കൂളിൽ മാത്രം 100-ൽ പരം കുട്ടികൾ കരാട്ടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1, 2,
ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണ് കുട്ടികൾക്കുള്ള കായിക പരിശീലനമെന്ന് പദ്ധതി കോർഡിനേറ്റർ നാരായണൻ മാസ്റ്റർ പറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുക്കുക എന്നുള്ളത്. അതിൽ തന്നെ മാർഷൽ ഊന്നൽ കൊടുക്കുന്നത് ഇത്തവണ കരാട്ടെ പരിശീലനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിലെ 10 സ്കൂളുകളിലും കരാട്ടെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും വരും വർഷങ്ങളിലും ഇത് തുടരുമ്പോൾ കുട്ടികൾ നല്ല രൂപത്തിൽ കായിക ശേഷിയുള്ളവരായും അതുപോലെ തന്നെ കഴിവുള്ളവരായും മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കായികശേഷിയുള്ള തലമുറയെ സൃഷ്ടിക്കലാണ് പ്രധാന ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSSPU പെരിങ്ങോട്ടുകുറിശി യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം പെരിങ്ങോട്ടുകുറിശിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പല സമ്മേളനങ്ങളിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഇത്രയേറെ അസാന്നിധ്യം ഉണ്ടാവുന്നൊരു സമ്മേളനം പൊതുവേ ഇല്ല. നമ്മൾ പെൻഷനേഴ്സ് യൂണിയനാണ് എന്നുള്ളത് കൊണ്ടും മുതിർന്ന പൗരന്മാർ മാത്രം അടങ്ങുന്ന ഒരു സംഘടനയാണ് എന്നതുകൊണ്ടുമായിരിക്കും ഈ സമ്മേളനത്തിൽ കണ്ട എല്ലാവരെയും നിശ്ചയമായും അടുത്ത സമ്മേളനത്തിലും കാണും എന്ന ഒരു സാഹചര്യം നമ്മുടെ സംഘടനയിലില്ല. യൂണിറ്റ് പ്രസിഡന്റ് കെ പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ വരവ് ചെലവ് കണക്കും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാമനാഥൻ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് രേണുക ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമലം, സാഹിത്യകാരൻ ജയന്തിവാസൻ, KSSPU ബ്ലോക്ക് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രൻ, ബ്ലോക്ക് ഖജാൻജി സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ കൃഷ്ണൻ മാത്തൂറായിരുന്നു വരണാധികാരി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. അത് ഡെയിലി കൊടുക്കണം. പണ്ടാല എന്നാണ് അന്നത്തെ പെൻഷൻ ഓഫീസറുടെ പേര്. പണ്ടാലയുടെ അടുത്ത് നിന്ന് ഡെയിലി പോയി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടാണ്. ഇതുകൊണ്ടല്ലാവോ 10-12 മക്കളും കൂട്ടുകുടുംബമുള്ള വീട്ടിലേക്ക് എത്തുന്ന പറ്റുമോ? അന്ന് പട്ടിണിയും പഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അല്പം കൂട്ടിച്ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ചങ്കൂറ്റയില്ല. അത് ഞങ്ങൾക്കിത് പോരാ ഒന്ന് വർദ്ധിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവൻ്റെ തല പോവും. ആ ഒരു കാലം കൂടെയാണ്. രാജാക്കന്മാരുടെ കാലമാണെന്ന് ഇരിക്കണം. നമ്മുടെ സരസകവിയായ കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിലാണ്, 1700 കാലഘട്ടത്തിലാണെന്ന് ഇരിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S മുഹമ്മദ് ജാഫർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ K സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും ബ്ലോക്ക് പ്രസിഡന്റ് K ഗോപിനാഥൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെ ബ്ലോക്ക് സെക്രട്ടറി P ഗോവിന്ദൻ മൊമന്റോ നൽകി ആദരിച്ചു. ബ്ലോക്ക് വനിതാ കൺവീനർ TU പ്രസന്ന, KT രാമചന്ദ്രൻ, P പരമേശ്വരൻ, PK ഗോവിന്ദൻ, KP അരുവിക്കുട്ടി, TP സൈമൺ, PK വേണുഗോപാലൻ, P ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി T ശശിധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. പുതിയ പ്രസിഡന്റായി TK വേണുഗോപാലിനെയും സെക്രട്ടറിയായി S മുഹമ്മദ് ജാഫറിനെയും ട്രഷററായി K സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU കോങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 33-32 കൊല്ലക്കാലത്തെ സംഘടനയുടെ പ്രവർത്തനം, അന്ന് നമ്മൾ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ അതിലൊരുത്തുപോലും മാറ്റം വരുത്താതെ ഈ സംഘടനയെ കൊണ്ടു നടക്കുന്നതിന് ഈ കഴിഞ്ഞ കാലം അത്രയും ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായ തീർച്ചയായും പെൻഷൻകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന തോന്നൽ പെൻഷൻകാരനും അതുപോലെ തന്നെ പെൻഷൻകാരെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലും
ഒരഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ സംഗതിയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോങ്ങാട് അനുവദിച്ച ട്രഷറിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നും യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ദിനകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണദാസ് സംഘടനാ റിപ്പോർട്ടും കെ പി ദേവഭൂപേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ടി പി അച്യുതാനന്ദൻ, കെ ജി നവാബ് ജാൻ, എം ശിവശങ്കരൻ, ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി, പി സത്യഭാമ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ, കെ കെ കൗസല്യ, കെ നാരായണൻകുട്ടി മാസ്റ്റർ, വി പത്മനാഭൻ മാസ്റ്റർ, പി ഗംഗാധരൻ പിള്ള, കെ എസ് ഗുപ്തൻ നമ്പൂതിരി, എം അബ്ദുൽ അസീസ്, സി വി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാനറ്റോറിയം ഷോ നടത്തി. സ്കൂൾ മാനേജർ KR മോഹൻദാസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 26 മിനിറ്റ് നീണ്ടുനിന്ന ഷോയിൽ ബഹിരാകാശം, പ്രപഞ്ചം, റോക്കറ്റ് വിക്ഷേപണം, ദിനോസറുകൾ എന്നിവയെ സംബന്ധിച്ചായിരുന്നു വിശദീകരണം. 360 ഡിഗ്രി 3D വിഷ്വൽസിലൂടെയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രധാന അധ്യാപിക KR ഷീന, സയൻസ് ക്ലബ്ബ് കൺവീനർ ഇ രഞ്ജിത്ത്, അധ്യാപകരായ സി ബബിത, SV ജിഷ, പി ശബരീഷ്, TP സുമി, AK സൗമ്യ, KT അനില തുടങ്ങിയവർ പ്ലാനറ്റോറിയം ഷോയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 17-ാം നൂറ്റാണ്ടിലെ സസ്യങ്ങളും പൂക്കളും ഔഷധ സസ്യങ്ങളും തിരിച്ചെത്തുന്ന അപൂർവ കാഴ്ചയ്ക്കൊരുങ്ങി ചെറുതുരുത്തി. നെടുമ്പുരയിലെ ഹോർട്ടസ് മലബാറിക്കസ് ബോട്ടോണിക്കൽ ഗാർഡനിലാണ് ഈ അപൂർവ കാഴ്ച ഒരുങ്ങുന്നത്. 27 ഏക്കറിലാണ് മലബാറിൻ്റെ പൂന്തോട്ടം. പദ്ധതി മന്ത്രി MB രാജേഷ് ഇരിപ്പ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡും ഇദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ET അച്യുതൻ വൈദ്യരും ചേർന്ന് പ്രദേശത്തെ സസ്യജാലകങ്ങളെയും ഔഷധ സസ്യങ്ങളെയും സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ പുസ്തകമാണ് ഹോർട്സ് മലബാറിക്സ് അഥവാ മലബാറിൻ്റെ പൂന്തോട്ടം. പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സസ്യങ്ങളെ പൂന്തോട്ടത്തിലെത്തിക്കുക എന്ന അപൂർവ കാഴ്ചയ്ക്കാണ് ചെറുതുരുത്തി നെടുമ്പുരയിൽ 27 ഏക്കർ വിസ്തൃതിയുള്ള ഉദ്യാനത്തിൽ ഒരുക്കുന്നത്. കേരളത്തിൻ്റെ ഹരിത പൈതൃകവും ജൈവ വൈവിധ്യവും വിളംബരം ചെയ്യുന്ന ഹോർട്ടക്സ് മലബാറിക്സ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഹെൽറിംഗ് വാർഡിനെ ആദരവ് മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പന്നമായ ഔഷധ പാരമ്പര്യവും ആവാസ വ്യവസ്ഥയും പഠനവും സാധ്യമാക്കുന്ന ഇടവും കൂടിയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സാം സന്തോഷിനെ ഞാൻ ഹൃദയം നിറഞ്ഞ് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം 10 വർഷത്തെ നിരന്തരമായ അധ്വാനം, ആത്മസമർപ്പണം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്ന് സാധ്യമാവില്ലായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സ്വപ്നത്തെ നിരന്തരം പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഈ സ്വപ്നം ഇനിയും വളരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വളരാനുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. UK-യിലെ ഡർഹാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റോബിൻ കോണിക്ഹാം, സൈജീനോ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകനും ചെയർമാനുമായ സാം സന്തോഷ്, മുൻ MP ഡോക്ടർ PK ബിജു, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, MS യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഡോക്ടർ K കൃഷ്ണൻ, KDISD മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, DC ബുക്സ് CEO രവി DC എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അത്യപൂർവമായ അർബുദ രോഗത്തോട് പൊരുതുമ്പോൾ ഷൊർണൂർ സ്വദേശി നിജിലിന് ജീവിതതാളമായത് നാടൻ പാട്ട്. ആശുപത്രിക്കിടക്കയിൽ വെച്ചും വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെ ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ ജീവിതത്തെ കലകൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു നിജിൽ. ആത്മവിശ്വാസം കൈവിടാതെ മാരകരോഗത്തോട് പൊരുതിയ ഈ 20-കാരൻ നാടൻ പാട്ടുവേദികളിൽ വീണ്ടും സജീവമാവുകയാണ്. നാടൻ പാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് 17-ാം വയസ്സിൽ നിജിലിനെ ബീസൽ അക്യൂട്ട് ലിംഫോ ബാസ്റ്റിക് ലുക്കാമിയ എന്ന അത്യപൂർവ അർബുദരോഗം വേട്ടയാടിയത്. അർബുദരോഗമാണെന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് പൊരുതാൻ തന്നെയായിരുന്നു നിജിലിൻ്റെ തീരുമാനം. അപ്പോഴും നാടൻ പാട്ടിനെ
ജീവശ്വാസമായി കൊണ്ടു നടന്നു. 8 മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി. ഈണം പകർന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു. പക്ഷെ അവൻ അപ്പോഴും ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛനും ഇവൻ്റെ അച്ഛനും ഏട്ടനും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നിരിക്കുന്ന സമയത്ത് പോലും അവൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അവന് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെടുക്കുന്ന സമയത്ത് അവൻ റൂമിലിരുന്ന് പാട്ട് എഴുതാണ്. ഞാനൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് അവൻ പാട്ട് എഴുതി അതിന് ട്യൂൺ ചെയ്യുകയാണ്, ഡോക്ടേഴ്സിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവന് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ എന്തിനാണ് കരയണത്? 50 ലക്ഷം രൂപയോളം ചെലവ് വന്ന കാൾട്ടീസൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ടുകലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സജീവമാവുകയാണ് നിജിൽ. ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും നാടൻപാട്ടിൽ നിന്ന് ഞാൻ ഒരു ഒഴിവ് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാടൻപാട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നാടൻപാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സയാണ് കഴിഞ്ഞത്. അപ്പോൾ മലബാർ, കണ്ണൂർ തലശ്ശേരി മലബാറിലാണ് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ചന്ദൻ സാറായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ സാറിനും എല്ലാവർക്കും ഒരുപാടധികം നന്ദി. ഞാൻ ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുതുന്ന മനുഷ്യനോട് അവന് പറയാനുള്ളത് ഇതാണ്. അഞ്ചു വയസ്സു മുതൽ പാടിത്തുടങ്ങിയ നിജിലിന്റെ 5 ആൽബങ്ങൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലത്ത് വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം 8-ാം വാർഡ് സ്വദേശി 78 വയസ്സുള്ള നാരായണ മേനോനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 കപ്ലിങ്ങാട്ട് മനക്കുളത്തിലായിരുന്നു അപകടം. കുളിക്കുന്നതിനിടെ വയോധികൻ മുങ്ങിപ്പോവുകയായിരുന്നു. കുളക്കടവിൽ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടതോടെ വീട്ടുകാർ ഷൊർണൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ വാദ്യ സമന്വയം നടന്നു. പ്രശസ്ത ഇറ്റാലിയൻ ഗിറ്റാറിസ്റ്റും സംഗീത സംവിധായകനുമായ ജിസപ്പോ ലോമിയോയും കലാമണ്ഡലത്തിലെ വാദ്യവിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് വാദ്യവിസ്മയം തീർത്തത്. കലാമണ്ഡലം വൈസ് ചാൻസലർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദേശികൾ ഉൾപ്പെടെ നിരവധി കലാ ആസ്വാദകർ പങ്കെടുത്തു. മങ്കര കാളിക്കാവിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. വെള്ളിനേഴി ഹരികൃഷ്ണൻ ആയിരുന്നു യജ്ഞാചാര്യൻ. അത്രയും ശാന്തരായി ശബ്ദമൊന്നുമില്ലാതെ ഒക്കെ കേട്ട് ശ്രദ്ധയോടുകൂടിയിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു യോഗ്യതയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇതിനു മുമ്പ് വന്ന ആചാര്യന്മാരുടെയൊക്കെ നിഷ്ഠ അതിൻ്റെ ഒരു കാരണം തന്നെ ആയിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംസ്കാരവും. നൈമിഷാരണ്യത്തിൽ ശൗനകാദികളോട് സൂതൻ പറയുന്നുണ്ട്, അഹംച സംസ്മാരിത ആത്മതത്വം. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണവും തുടർന്ന് നടന്ന ഭാഗവത പാരായണം കൽക്കി അവതാരത്തോടെയാണ് സമാപിച്ചത്. സമാപന ദിവസം വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് ആദരിച്ചു. മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കാവ് മേൽശാന്തി സുരേഷ്, പാർവതി ഷാരസിയാർ, മംഗലശ്ശേരി രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, സതീഷ് എന്നിവരെയും യജ്ഞാചാര്യന്മാരെയും ആദരിച്ചു. ആചാര്യന്മാർ മറുപടി പ്രസംഗവും നടത്തി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് മാങ്കുരിശി, സെക്രട്ടറി രാമനാഥ് വെള്ളറോഡ്, ട്രഷറർ രവിശങ്കർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിൽ 5000-ലധികം ആളുകൾ പങ്കെടുത്തു. ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തർ സമാപന ദിവസത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി ആഘോഷ നിറവിൽ.
സ്കൂൾ വജ്ര ജൂബിലി ഫെബ്രുവരി 23-24 തീയതികളിൽ ആഘോഷിക്കും. 31-ന് സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് PTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠന മികവിലും പാഠ്യേതര മികവിലും പട്ടാമ്പി ഉപജില്ലയിൽ ഏറെ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒട്ടനവധി മികച്ച വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വജ്ര ജൂബിലി ആഘോഷ നിറവിലാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഫെബ്രുവരി 23-24 തീയതികളിലാണ് 75-ാം വാർഷികം ആഘോഷിക്കുന്നത്. 23-ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. 24-ന് മുൻകാല അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ, വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ്, MT വാസുദേവൻ നായർ അനുസ്മരണം എന്നിവയും സംഘടിപ്പിക്കും. വിപുലമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജനുവരി 31-ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൂളിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുമെന്ന് PTA ഭാരവാഹികളും അധ്യാപകരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, മുൻ അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഈ വർഷം റിട്ടയർ ആവുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ്, നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ MT അവരുടെ അനുസ്മരണം, അങ്ങനെ വിവിധ പരിപാടികൾ ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ വിപുലമായ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ വിജയൻ, ഹെഡ്മിസ്ട്രസ് രാധ, PTA പ്രസിഡന്റ് CA റാസി, കൃഷ്ണദാസ്, ഹക്കീം, ബിനി, പ്രശാന്ത് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി യങ് മെൻസ് ലൈബ്രറിയുടെ 74-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുട്ടികളെ നമ്മുടെ ലൈബ്രറികളുമായി ബന്ധിപ്പിക്കണം, അവരുടെ വായനാശീലം വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. മലയാള സാഹിത്യത്തിലെ വലിയൊരു മഹാമേരുവായിരുന്ന MT വാസുദേവൻ നായർ, മരണമില്ലാത്ത മനുഷ്യൻ, എത്ര ഊഴം കഴിഞ്ഞാലും ഊഴം അവസാനിക്കാത്ത വിധം മരണമില്ലാത്ത MTയുടെ, വിശേഷിച്ചും വള്ളുവനാടിൻ്റെ അതിര് പങ്കിടുന്ന കേരളശ്ശേരി പോലുള്ളൊരു സ്ഥലത്ത് സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഇത്ര മനോഹരമായി ആവിഷ്കരിച്ച MT മനോഹരമായി ആവിഷ്കരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ആളുകൾ സ്വീകരിച്ചത്, വായിച്ചത്. ലൈബ്രറി പ്രസിഡന്റ് ശോഭനകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ അമർനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ലളിതഗാനം, സംസ്കൃത ഗാനാലാപനം എന്നിവയിൽ E ഗ്രേഡ് നേടിയ ശ്രീഹരി, കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കഥകളി സംഗീതത്തിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹമായ കലാമണ്ഡലം ശ്രീറാം എന്നിവരെ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജിജേഷ് മാസ്റ്റർ ആശംസകൾ നേർന്നു. ലൈബ്രറി നിർവാഹക സമിതി അംഗം രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കിയ നൃത്തസംഗീത വിരുന്നും അരങ്ങേറി. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽസ് മങ്കരയെ പരാജയപ്പെടുത്തി YMC കേരളശ്ശേരി വിജയികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുതൂർ അഞ്ചുമൂലയിൽ നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 1-ന് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന വിട പറഞ്ഞ അത്താണിക്കൽ നൌഷാദിന്റെ സ്മരണാർത്ഥമാണ് വായനശാല സ്ഥാപിക്കുന്നത്. അഞ്ചുമൂല മേഖലയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വായനശാലയുടെ പ്രവർത്തനം തുടങ്ങിവെച്ചത്. ഫെബ്രുവരി 1-ന് വൈകിട്ട് 6 മണിക്ക് നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാലയുടെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ ചലച്ചിത്ര നാടക നടൻ അപ്പുണ്ണി ശശി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ അവതരിപ്പിക്കുന്ന നാടകം, കലാപരിപാടികൾ, കോഴിക്കോട് ജനം നാടകവേദിയുടെ ചക്കരപ്പന്തൽ നാടകം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒട്ടേറെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വായനശാലയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാംസ്കാരികപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന ഒരു മേഖലയിൽ പുതുതായിട്ട് ഒരു വായനശാല രൂപീകരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക്
ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് ഈ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MK വിഷ്ണു, PP അഭിരാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാത്മാ പുരസ്കാര സന്ധ്യ ജനുവരി 30 വൈകിട്ട് 5 മണിക്ക് മനുശ്ശേരി വരിക്കാശ്ശേരി മനയിൽ നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാര സന്ധ്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനനന്മ ചെയർമാൻ ജാഫർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി പുരസ്കാര സന്ധ്യയോടനുബന്ധിച്ച് പ്രശസ്തിപത്ര സമർപ്പണവും നടക്കും. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കവി PT നരേന്ദ്രമേനോൻ അധ്യക്ഷത വഹിക്കും. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കും, ജനനന്മ സ്വരരാഗം പ്രഥമ പുരസ്കാരം മോഹൻ സിത്താരയ്ക്കും, 2024 പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിക്കും. ജനനന്മ കാരുണ്യസ്പർശ പുരസ്കാരം P ഗോപാലകൃഷ്ണന് നൽകും. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും 25,000 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് കൾച്ചറൽ ഫോറം പുരസ്കാരം. 20,025 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് സ്വരരാഗം ഖത്തർ പ്രഥമ സംഗീത പുരസ്കാരമെന്ന് ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജാഫർ അറിയിച്ചു. 5,025 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ജനനന്മ കാരുണ്യസ്പർശ പുരസ്കാരം. മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. 7ാമത്തെ 2021 ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ തീരുമാനിച്ചു. കവി PT നരേന്ദ്രമേനോൻ, സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ചിത്രകലാ വിഭാഗം മേധാവി സുരേഷ് K നായർ, ജനനന്മ ചെയർമാൻ ജാഫർജി എന്നിവരടങ്ങിയ ജൂറിയാണ് ഈ സംസ്ഥാനതല പുരസ്കാരത്തിന് ശ്രീകുമാരൻ തമ്പിയെ തിരഞ്ഞെടുത്തത്. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും 25,000 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവസി, വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് അടക്കാപുത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. രാജ്യത്തെ വിദ്യാഭ്യാസ രീതി ഉപജീവനത്തിന് പര്യാപ്തമല്ലെന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ മേധാവി TP ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടുന്നതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം വളരെ പിറകിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റൊലിയിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വളരെയധികം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ വളരെയധികം പുറകിലാണ്. കേരളത്തെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളും കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെല്ലാം വളരെയധികം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാണാം. കേരളത്തിലെ സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഹൈടെക് ക്ലാസ് മുറികൾ, ഹൈടെക്കായിട്ടുള്ള അധ്യാപകർ, ഓൺലൈൻ സംവിധാനത്തോടുകൂടിയ ക്ലാസ് മുറികളെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും ഇന്ത്യയിലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാലയങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു കുറവ് ഇന്ത്യയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം എന്നുള്ളത് ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗമായി മാത്രം നടക്കാൻ പറ്റില്ല. വിദ്യ എന്നുള്ളത് അഭ്യസിക്കുക മാത്രമാണ്. വിദ്യയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കൂടി ഈ വിഷയത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. എലപ്പുള്ളിയിൽ സ്വകാര്യ ബ്രൂവറി വേണ്ടെന്ന ഷാഫി പറമ്പിൽ MP. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ ബ്രൂവറിയെ ആനയിക്കുന്നതിനു പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രം. ബ്രൂവറിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും നൽകിയ പരാതികൾക്ക് ഗൗരവം കൽപ്പിച്ചില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു. പാലക്കാട് കൊപ്പം ജംഗ്ഷന് സമീപം സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാലക്കാട് പുത്തൂർ സ്വദേശിനി 19 വയസ്സുള്ള അക്ഷര. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ.
സർക്കാർ അനാസ്ഥയാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ റേഷൻ ഷോപ്പുകൾക്ക് മുന്നിൽ KPCC ആഹ്വാനപ്രകാരം കൂട്ടധർണ. കോട്ടായിൽ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. അനങ്ങനടിയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന മുസ്ലിം ലീഗ്. റോഡ് നവീകരണത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കണമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മൊബൈൽ ഫോൺ യുഗം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി. പാലക്കാട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ധർണ. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത്. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്ററുകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.